ഇന്ന് ഫ്ലാറ്റായി തുടരുമ്പോൾ വിപണിയെ കൂടുതൽ ഇടിവിലേക്ക് തള്ളിവിടാതെ ഒരു ഓഹരി പിന്തുണ നൽകുന്നുണ്ട്. നിഫ്റ്റി 50-യിൽ ഉൾപ്പെട്ട ഹെവി വെയ്റ്റുകളിൽ നിക്ഷേപകർക്ക് താല്പര്യമുണ്ടാകാറുണ്ട്. എന്നാൽ പല കമ്പനികളും മറ്റ് കമ്പനികൾ നൽകുന്ന നേട്ടം നൽകാത്തത് കൊണ്ട് തന്നെ നിക്ഷേപകർ ഒന്ന് മടിക്കാറുണ്ട്. എന്നാൽ ശക്തമായ നേട്ടം പ്രതീക്ഷിക്കുന്ന ഈ ബ്ലൂ ചിപ്പ് കമ്പനിയെക്കുറിച്ച് മനസ്സിലാക്കാം. പ്രമുഖ എഞ്ചിനീയറിംഗ് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയായ ലാർസൻ ആൻഡ് ട്യൂബ്രോ ആണ് ശക്തമായ പിന്തുണ നൽകുന്നത്. ഇൻട്രാഡേയിൽ 4% കുതിപ്പ് പ്രകടമാക്കിക്കൊണ്ട് മുന്നേറുമ്പോൾ എന്തുകൊണ്ടാണ് ഈ നേട്ടം കൈവരിച്ചതെന്ന് പരിശോധിക്കാം. കഴിഞ്ഞ ദിവസം കമ്പനി അവരുടെ ജൂൺ മാസത്തെ പാദഫലം പ്രഖ്യാപിച്ചിരുന്നു. ലാഭത്തിൽ 29.9% മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയത്. ലാഭം വാർഷികാടിസ്ഥാനത്തിൽ 2785 കോടി രൂപയിൽ നിന്നും 3617.19 കോടി രൂപയായി വർദ്ധിച്ചിട്ടുണ്ട്. വരുമാനത്തിൽ 15.5% നേട്ടവും കൈവരിച്ചു. വരുമാനത്തിലും ലാഭത്തിലും ഇരട്ട വളർച്ച കൈവരിക്കാൻ കമ്പനിക്ക് സാധിച്ചു. കമ്പനിയുടെ പ്രൊജക്ട്സ് ആൻഡ് മാനുഫാക്ചറിംഗ് പോർട്ട്ഫോളിയോയിൽ പ്രധാന കരാറുകൾ പൂർത്തിയാക്കാൻ കമ്പനിക്ക് സാധിച്ചത് ഇത്തവണ അനുകൂലമായി. മാത്രമല്ല, അന്താരാഷ്ട്ര വിപണിയിലുള്ള വരുമാനവും 52% മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയത്. എബിഡ കണക്കുകൾ പരിശോധിച്ചാൽ 13% നേട്ടമാണ് കൈവരിച്ചത്. എബിഡ 5615 കോടി രൂപയിൽ നിന്നും 6318 കോടി രൂപയായി. എന്നാൽ മാർജിൻ 10.2% നിന്ന് 9.9% കുറഞ്ഞിട്ടുണ്ട്. ജൂൺ പാദമായപ്പോഴേക്കും കമ്പനിയുടെ ഓർഡർ ബുക്ക് 94,453 കോടി രൂപയെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് 33% വാർഷിക വളർച്ച ഓർഡർ ബുക്കിലും ഉണ്ടായിട്ടുണ്ട്. തെർമൽ പവർ, റിന്യൂവബിൾ എനർജി, പവർ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, ഹൈഡ്രോ പവർ മുതലായ സെഗ്മെന്റിലെല്ലാം കരാറുകൾ കരസ്ഥമാക്കാൻ ലാർസൻ ആൻഡ് ട്യൂബ്രോയ്ക്ക് സാധിച്ചു. മൊത്തം കരാറുകൾ ലഭിച്ചതിൽ 48,675 കോടി രൂപയുടെ കരാറും അന്താരാഷ്ട്ര വിപണിയിൽ നിന്നുമാണ് ലഭിച്ചിരിക്കുന്നത്. ഇതോടെ ലാർസൻ ആൻഡ് ട്യൂബ്രോയുടെ മൊത്തം ഓർഡർ ബുക്ക് 6,12,761 കോടി രൂപയായി. എക്കാലത്തെയും ഉയർന്ന ഓർഡർ ഇൻഫ്ലോ ആണ് ഇത്തവണ ഉണ്ടായതെന്ന് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായ SN സുബ്രഹ്മണ്യൻ അഭിപ്രായപ്പെട്ടു. അടുത്ത 5 വർഷത്തിനുള്ളിൽ സെമി കണ്ടക്ടർ, ഡാറ്റാ സെന്റർ, ഗ്രീൻ എനർജി, ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്നീ മേഖലകളിൽ നിന്നും പ്രകടമായ സംഭാവന നൽകാൻ സാധിക്കുമെന്നാണ് മാനേജ്മെന്റ് കരുതുന്നത്. മികച്ച ഗൈഡൻസ് ആണ് പാദഫലങ്ങൾക്ക് ശേഷം കമ്പനി നൽകിയത്. ഓഹരിയിൽ ഇനി അവസരമുണ്ടോ? നിക്ഷേപകർ എന്താണ് ചെയ്യേണ്ടത്? പ്രമുഖ ബ്രോക്കറേജായ മോർഗൻ സ്റ്റാൻലി ഓഹരിക്ക് ഓവർവെയ്റ്റ് എന്ന സ്റ്റാൻസ് ആണ് നൽകുന്നത്. 4090 രൂപ വരെ എത്താനുള്ള സാധ്യതയുണ്ടെന്ന് ബ്രോക്കറേജ് കണക്കാക്കുന്നു. മോത്തിലാൽ ഒസ്വാൾ ബൈ ശുപാർശ നൽകിയിട്ടുണ്ട്. നിലവിലെ വിലയിൽ നിന്നും 20% മുന്നേറ്റമാണ് ഓഹരിയിൽ പ്രതീക്ഷിക്കുന്നത്. അതായത് 4200 രൂപയാണ് ഓഹരിക്ക് നൽകുന്ന ടാർഗറ്റ് വില. മറ്റൊരു ആഗോള ബ്രോക്കറേജായ ജെഫ്രീസ് ഓഹരിക്ക് ബൈ എന്ന ശുപാർശ തന്നെയാണ് നൽകുന്നത്. മുൻപ് നൽകിയിരുന്ന 3965 രൂപയിൽ നിന്നും 4230 രൂപയിലേക്ക് ടാർഗറ്റ് വില ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. CLSA ഓഹരിക്ക് ഔട്ട് പെർഫോം എന്ന റേറ്റിംഗ് ആണ് നൽകുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 4176 രൂപയിലേക്ക് എത്തുമെന്ന് കരുതുന്നു. ബഹുഭൂരിഭാഗം അനലിസ്റ്റുകളും ഓഹരിക്ക് ഇപ്പോൾ ബൈ ശുപാർശ തന്നെയാണ് നൽകുന്നത്. ഇൻവെസ്റ്റെക് ഓഹരിയിൽ ബൈ ശുപാർശ നൽകുമ്പോൾ ടാർഗറ്റ് വില ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. 4415 രൂപയിൽ നിന്നും 4460 രൂപയൊക്കെയാണ് വില ഉയർത്തിയത്. ഗോൾഡ്മാൻ സാക്സ് ഓഹരിക്ക് ന്യൂട്രൽ എന്ന റേറ്റിംഗ് ആണ് നൽകിയത്. 3540 രൂപയാണ് മോർഗൻ സ്റ്റാൻലി നൽകുന്ന ടാർഗറ്റ് വില. 33 അനലിസ്റ്റുകളിൽ 28 അനലിസ്റ്റുകളും ബൈ എന്ന റേറ്റിംഗ് ആണ് നൽകുന്നത്. 4 അനലിസ്റ്റുകൾ ഹോൾഡ് എന്ന ശുപാർശയും നൽകുന്നു. വിപണിയിൽ കഴിഞ്ഞ 5 വർഷങ്ങളായി പോസിറ്റീവ് റിട്ടേൺ ആണ് വാർഷികാടിസ്ഥാനത്തിൽ ഓഹരി നൽകിയിട്ടുള്ളതെന്ന് കാണാം. പ്രതിമാസ പ്രകടനം വിലയിരുത്തുമ്പോൾ കാര്യമായ നേട്ടം അവകാശപ്പെടാനില്ല. 3963 രൂപയാണ് ഓഹരിയുടെ 52 ആഴ്ചയിലെ ഉയർന്ന നിലവാരം. ലോങ് ടേം നിക്ഷേപകരെ സംബന്ധിച്ച് പരിഗണിക്കാവുന്ന ഓഹരിയാണ് L&T. അനലിസ്റ്റുകളുടെ അനുമാനങ്ങൾക്കൊത്ത് ഓഹരി 4000 മറികടന്ന് മുന്നോട്ട് പോകുമോ എന്നത് കാത്തിരുന്ന് കാണാം.